6 വയസ്സുള്ള ഒരു ആൺകുട്ടി അവൻ്റെ 4 വയസ്സുള്ള കുഞ്ഞനിയത്തിക്കൊപ്പം കടൽ തീരത്ത് നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അല്പദൂരം പിന്നിട്ടപ്പോൾ കുഞ്ഞനിയത്തി കൂടെയില്ലെന്ന് മനസ്സിലാക്കിയ അവൻ തിരിഞ്ഞു നോക്കി. റോഡരികിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന കടയുടെ ചില്ലുകൂട്ടിലേക്ക് അതീവ താല്പര്യത്തോടെ അവൾ നോക്കി നിൽക്കുന്നത് കണ്ടു. എന്താണിത്ര താല്പര്യത്തോടെ നോക്കി നിൽക്കുന്നത് എന്നറിയാനുള്ള കൗതുകത്തോടെ അവൻ അവൾക്കരികിലെത്തി. പെങ്ങൾ ചില്ലുകൂട്ടിനകത്തേക്ക് വിരൽ ചൂണ്ടി. മനോഹരമായൊരു ടെഡി ബിയർ. അനീത്തിയുടെ മുഖത്ത് തെളിഞ്ഞ പ്രതീക്ഷയുടെ പൊൻതിളക്കം കണ്ട് മറ്റൊന്നും ആലോചിക്കാതെ അവൻ ചോദിച്ചു, മോൾക്കിത് വേണോ? പ്രതീക്ഷയോടെ അവൾ മൂളി. അവൻ അവളെയും കൂട്ടി കടയ്ക്കകത്തേക്ക് കയറി. നേരെ നടന്നു ചെന്ന് ആ പാവക്കുട്ടിയെടുത്ത് അനിയത്തിയുടെ കയ്യിൽ കൊടുത്തു. അവളുടെ കവിളിൽ 1000 മഴവില്ലുകൾ പൂത്തിറങ്ങി. ഇതെല്ലാം അതീവ കൗതുകത്തോടെ വീക്ഷിച്ചുകൊണ്ട് പ്രായം ചെന്ന കടയുടമ കൗണ്ടറിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പാവയും കൊണ്ട് അനിയത്തിയെയും കൂട്ടി ക്യാഷ് കൗണ്ടറിലെത്തിയ പയ്യൻ ചോദിച്ചു, അങ്കിൾ, ഈ ടെഡിബിയറിന് എന്താണ് വില? മോൻ്റെ കയ്യിൽ എന്തുണ്ട് തരാൻ? ഏറെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും കടയുടമ ചോദിച്ചു. കുട്ടി കയ്യിലിരുന്ന കുഞ്ഞു ബാസ്ക്കറ്റ് മേശപ്പുറത്തേക്ക് കുടഞ്ഞിട്ടു. അതിൽ കടപ്പുറത്ത് നിന്നും 2 പേരും ശേഖരിച്ച മണ്ണു പുരണ്ട കക്കയുടെ തോടുകളും ശംഖുകളുമായിരുന്നു. അവൻ പ്രതീക്ഷയോടെ കടയുടമയെ നോക്കി. കടയുടമ പണം എണ്ണിയെടുക്കുന്ന ജാഗ്രതയോടെ അവ എണ്ണിപ്പെടുത്തിയ ശേഷം കുട്ടിയെ നോക്കി. കുട്ടി തെല്ലാശങ്കയോടെ ചോദിച്ചു, ഇത് മതിയാകാതെ വരുമോ? മതിയാകാതെ വരുമോ എന്നോ? സത്യത്തിൽ ഇതൊത്തിരി കൂടുതലാണ്, ഞാൻ ബാക്കി തരാം കേട്ടോ എന്ന് പറഞ്ഞ് 4 കക്കത്തോടുകൾ മാത്രം എടുത്ത് തൻ്റെ മേശവലിപ്പിലിട്ട ശേഷം ബാക്കി വന്നവ അദ്ദേഹം അവന് തിരിച്ചു നൽകി. അവനത് ഏറെ ആഹ്ലാദത്തോടെ തിരിച്ചു ബാസ്ക്കറ്റിൽ നിക്ഷേപിച്ച ശേഷം ആഹ്ലാദവതിയായ തൻ്റെ അനിയത്തിയെയും കൊണ്ട് യാത്രയായി. കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ കടയിലെ ജോലിക്കാരൻ അവിശ്വസനീയതയോടെ കടയുടമയെ സമീപിച്ചു. ഒരു വിലയുമില്ലാത്ത കക്കത്തോടുകൾക്ക് പകരം അങ്ങ് വില കൂടിയ പാവ അവർക്ക് കൊടുത്തുവോ? വൃദ്ധനായ കടയുടമ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നാം മുതിർന്നവരെ സംബന്ധിച്ച് അവ തീരെ വിലയില്ലാത്തതാണ്. പക്ഷേ ആ കുട്ടിയെ സംബന്ധിച്ച് വില മതിക്കാനാവാത്തതും. ഈ കുഞ്ഞു പ്രായത്തിൽ പണത്തിൻ്റെ മൂല്യമൊന്നും അവൻ അറിയില്ല. പക്ഷേ വളർന്നു വലുതാവുമ്പോൾ അവനത് മനസ്സിലാവും. ബാല്യത്തിൽ ഒരു വിലയുമില്ലാത്ത 4 കക്കത്തോടുകൾ കൊടുത്ത് കുഞ്ഞനിയത്തിക്ക് പാവ മേടിച്ചു കൊടുത്തത് അവനെന്നോർക്കും. അപ്പോൾ തീർച്ചയായും അവൻ എന്നെയും ഓർക്കും. ഈ ലോകത്ത് നന്മയുള്ള എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ട് എന്നവൻ തിരിച്ചറിയുമ്പോൾ അവൻ്റെ ഉള്ളിലും നന്മയുടെ ഊർജം നിറയും. തനിക്കും നല്ലൊരു മനുഷ്യനാകണമെന്ന ദൃഢനിശ്ചയം അവനുണ്ടാകും. നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളാണ് ലോകത്താകമാനം പ്രകാശം പരത്തി പടർന്നു പന്തലിക്കുന്നത്. നല്ല പ്രവൃത്തികൾ നന്മയുടെ ഊർജം ലോകം മുഴുവൻ പ്രസരിപ്പിക്കും. തെറ്റായ പ്രവൃത്തികൾ ലോകത്തെ ഇരുട്ടിലാക്കും.